തെരുവ് കച്ചവടക്കാർ റോഡിലെ ഡ്രെയിനേജിൽ മാലിന്യം തള്ളുന്നതായി പരാതി. തിരൂർ പൊറ്റത്തപ്പടി പെട്രോൾ പമ്പിന് മുന്നിലെ ഡ്രെയിനേജിൽ മാലിന്യം നിറഞ്ഞ് ഡ്രെയിനേജ് അടഞ്ഞത് കാരണം ഡ്രെയിനേജിലെ വെള്ളം പെട്രോൾ പമ്പിലേക്കും അടുത്ത വ്യാപാര സ്ഥാപനത്തിലേക്കും പരന്നൊഴുകി. പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ചാൽ നടപടിയെടുക്കുന്ന നഗരസഭ തെരുവ് കച്ചവടക്കാർ നഗരം മലിനീമസമാക്കുന്നത് കണ്ടില്ലെന്നടിക്കുകയാണെന്നും ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി സമദ് പ്ലസന്റ് പറഞ്ഞു. കഴിഞ്ഞ ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് ഈ പമ്പിലെ ജീവനക്കാരും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന മറ്റ് സ്ഥാപനങ്ങൾ ആളുകൾക്കൊന്നും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ദിവസമായിരുന്നു. കാരണം 15-ാം തീയതി ശക്തമായ മഴ പെയ്തപ്പോൾ ഈ ചാല് മുഴുവനും അടഞ്ഞത് കാരണം മുഴുവൻ വെള്ളവും ആ പമ്പിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറി അന്നത്തെ അവിടുത്തെ വ്യാപാരം മൊത്തം താറുമാറായ ഒരവസ്ഥയുണ്ടായിരുന്നു. അത് മോട്ടർ വെച്ച് കാണാണ് അന്ന് അടിച്ചു ഒഴിവാക്കി. ആ വെള്ളം വറ്റിച്ചതിന് ശേഷം അതിൻ്റെ കാരണം നോക്കിയപ്പോഴാണ് ഈ കാണുന്ന ഡ്രെയിനേജ് മുഴുവനും തെർമോകോളും പ്ലാസ്റ്റിക് കവറും ഈ കാണുന്ന മാലിന്യങ്ങളൊക്കെ അതിലേക്ക് നിക്ഷേപിക്കുക. അത് അടഞ്ഞു പോയി. JCB ഉപയോഗിച്ചുകൊണ്ട് ഈ ഡിപ്പാർട്ട്മെൻ്റ് അല്ലാതെ ഇവർ തന്നെ ഞങ്ങളൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് ഇതിന് JCB ഉപയോഗിച്ച് മാന്തിയിട്ടാണ് ആ വെള്ളം ഒഴിവാക്കാൻ പറ്റുന്നത്. ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് HS അതുപോലെ തന്നെ ആരോഗ്യ കമ്മിറ്റി ചെയർപേഴ്സണൊക്കെ അടക്കമുള്ളവർ പേരെ അറിയിച്ചിട്ടുണ്ട്. അറിയിച്ചപ്പോൾ കിട്ടിയ മറുപടി അതിലേറെ സന്തോഷം നൽകുന്ന ഒരു മറുപടിയാണ്. ഇത് PWDയുടെ അഴുക്കുചാലാണ്, അതുകൊണ്ട് അവരെ അറിയിച്ചിട്ടുണ്ടെന്നാണ്. ഒരു നഗരത്തിൻ്റെ മാലിന്യം അല്ലെ നഗരത്തിൻ്റെ ഇത്തരത്തിലുള്ള മാലിന്യം ഡംപ് ചെയ്യാനുള്ള സാഹചര്യം ഒക്കെ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ ഹെൽത്ത് വിഭാഗമാണ്. ഇവിടുത്തെ ഫ്ലൈയിങ് സ്ക്വാഡ് ഇതുപോലെ എത്രയോ തവണ ഇതുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആളുകളാണ്. മാത്രമല്ല ഒരു പ്രത്യേകത, ഇവിടുത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ വാർഡും കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം കൂടി പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് പോലും ആരോഗ്യ വിഭാഗം ആളുകൾ അവർ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യാത്തത് കൊണ്ടാണ് ഈ നഗര മധ്യത്തിൽ ആരെങ്കിലും തിരൂർ കൂടി പോകുമ്പോൾ നമ്മൾ തിരൂരിൽ തന്നെ മാനക്കേടാവുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ കേൾക്കുന്ന കുറേ ഓട്ടോറിക്ഷകളുണ്ട്. അതിനൊക്കെ ഇപ്രാവശ്യം വോട്ടവകാശം ഉണ്ടാകുന്ന തോന്നുന്നു. കാരണം അവിടെ വേറെ ഉറച്ചു കഴിഞ്ഞ് സ്ഥിരതാമസക്കാരായി അവർ ഈ ഇലക്ഷനിൽ അവരുടെ പേരുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ആ ഓട്ടോറിക്ഷൻ്റെ പേര്. കാരണം അത്രയേറെ തെരുവ് കച്ചവടത്തിനെതിരെ ഞങ്ങളൊക്കെ പറയുമ്പോഴും തെരുവ് കച്ചവടം നല്ല രീതിയിൽ ചെയ്തു പോകുന്നതല്ല. ഇവർ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഞങ്ങളൊരു പ്ലാസ്റ്റിക് കവർ വലിച്ചെറിഞ്ഞാൽ ആ മണിക്കൂറിൽ നോട്ടീസ് കിട്ടും. ഇത് ഇത്രയധികം ഡംപ് ചെയ്ത പ്ലാസ്റ്റിക് നിങ്ങൾ കണ്ടതല്ലേ, കുപ്പിയും തെർമോക്കോളും നിരോധിച്ച എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ അധികൃതര്, ഇതൊന്നും സർക്കാരല്ല ഇതിന് ഉത്തരവാദി, ഉദ്യോഗസ്ഥരാണ്. ഉദ്യോഗസ്ഥരെ ഇത് കാര്യമായ രീതിയിൽ പണിയെടുക്കാത്തത് കൊണ്ടാണ് അവരെ പണിയെടുപ്പിക്കാൻ അതാത് അതിൻ്റെ ഓരോ ചെയർമാൻമാരും അല്ലെങ്കിൽ അതിൻ്റെ ചെയർപേഴ്സൺ ആരോഗ്യ വിഭാഗം ആളുകൾ ഒക്കെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് നമ്മൾ ഓരോ പൗരൻ്റെയും കടമയാണ്. ഇവർ വെറും ശമ്പളം വാങ്ങിപ്പോയാൽ പോരാ. ഇവിടെ ഇപ്പോൾ കൊതുക് എൻ്റെ മുട്ട ഇട്ടുള്ള എല്ലാ സംഗതി ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം, കോളറ ഇതൊക്കെ പെരുകിയിട്ട് അന്നാര ഭാഗത്തുള്ള അവിടേക്കാണ് പോകുന്നത്. ഇതിൽ ഈ ചാലൊക്കെ ഇപ്പോൾ ഞങ്ങൾ വൃത്തിയാക്കിയതാണ്. ഇതിന് മൂടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. അപ്പോൾ അതുകൊണ്ട് ഇതിനെതിരെ എത്രയും പെട്ടെന്ന് ഈ സംഗതികളൊക്കെ മാറാൻ ഇവിടെ ഇത്തരത്തിലുള്ള ഈ തിരൂരിൻ്റെ മുഖച്ഛായ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലുള്ള സംവിധാനം ഇവിടെ നിന്ന് മാറ്റണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.